ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, GK വേൾഡ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരിഫ് അൻസാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മാത്രമായിട്ടല്ല, ആ ചോദ്യങ്ങളോട് അനുബന്ധമായ ഏറ്റവും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായും വരുന്ന എക്സാംസ് എഴുതുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും. 30 മുതൽ 40 മാർക്ക് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് നേടുവാനായിട്ട് ഇത്തരത്തിലുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഉപയോഗിച്ചുള്ള പഠനം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക്. നമ്മൾ നിർത്തിയ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്നാണ് അല്ലേ? ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്നാണ്. ഉത്തരം ഏതായിരുന്നു? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ സംസ്ഥാനം, ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മിസോറാം. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ സംസ്ഥാനം മിസോറാം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. അതുപോലെ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി, ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറുമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറുമാണ്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? സോജില ചുരം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചുരങ്ങൾ നല്ലൊരു ബോക്സ് സ്റ്റേറ്റി ആയിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ബാക്കി ഓപ്ഷൻസിൽ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം ആ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും സംഭവം തന്നെയാണ് ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, സോജില ചുരം എന്ന് പറയുന്നത് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം എന്താണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം പണ്ടത്തെ സിൽക്ക് റൂട്ട്, പട്ടുതുണിപ്പാതയുടെ ഭാഗമായ ചുരമാണ് നാഥുല ചുരം. അതായത് മധ്യകാല ലോകത്തിൽ നിലനിന്നിരുന്ന വ്യവസായ പാതകളാണ് കരമാർഗമുണ്ടായിരുന്ന പട്ടുതുണിപ്പാത അഥവാ സിൽക്ക് റൂട്ടും കടൽമാർഗമുണ്ടായിരുന്ന സ്പൈസ് റൂട്ട് അഥവാ സുഗന്ധവ്യഞ്ജന പാതയും. അപ്പോൾ കരമാർഗമുണ്ടായിരുന്ന ഈ പറഞ്ഞ ഏഷ്യയുടെ കിഴക്ക് ഭാഗത്തെ യൂറോപ്പുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു പാതയാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുതുണിപ്പാത എന്നറിയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായ ചുരമാണ് നാഥുല ചുരം. ഈ നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും, അപ്പോൾ സിക്കിം അങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് കൂടെ വെക്കാം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പിന്നെ ലിപുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത്? ലിപുലേക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ സോജില, ശ്രീനഗർ, കാർഗിൽ. ബാക്കി ഓപ്ഷൻസ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യമാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം. നമ്മുടെ കാർഷിക കാലങ്ങൾ, ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ പ്രധാനമായിട്ട് 3ആയിട്ട് ഖാരിഫ്, റാബി, സയ്യിദ് എന്നിങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ജൂൺ മുതൽ നവംബർ വരെ ഖാരിഫ് കാലമാണ്. ജൂൺ മുതൽ നവംബർ വരെ ഖാരിഫ് കാലമാണ്. ദെൻ നവംബർ മുതൽ മാർച്ച് വരെ റാബി വിളക്കാലമാണ്. ദെൻ മാർച്ച് മുതൽ അഗെയിൻ ജൂൺ വരെയും സയ്യിദ് വിളക്കാലമാണ്. അപ്പോൾ നോക്കുക, വിളകാലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും അടുത്തൊരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ജൂൺ മുതൽ നവംബർ വരെ
ഖാരിഫ് വിളക്കാലം അല്ലെങ്കിൽ മൺസൂൺ കാലത്തെ വിളകളാണ്. നമുക്കറിയാം ജൂൺ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ മൺസൂൺ കാലമാണ്. ആദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയും അതിനുശേഷം ഒക്ടോബർ നവംബർ വടക്ക് കിഴക്കൻ മൺസൂണും നമുക്ക് ലഭ്യമാകുന്ന സമയമാണ്. അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ എന്ന് പറയുമ്പോൾ മൺസൂൺ കാലമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ തന്നെ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ മൺസൂൺ അഥവാ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ എന്ന് ഉത്തരം കൊടുക്കണം. അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ അനുഭവപ്പെടുന്ന ഈ മൺസൂൺ കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണേത്? ഖാരിഫ് വിളകൾ. അതുപോലെ നവംബർ മുതൽ മാർച്ച് വരെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കഴിഞ്ഞ് പിന്നെ അടുത്ത ഉഷ്ണകാലം അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ശൈത്യകാലം, ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്ന സമയമാണ് നവംബർ മുതൽ മാർച്ച് വരെ ഇന്ത്യയിൽ ശൈത്യകാലം. അപ്പോൾ മൺസൂൺ വിളകളാണ് ഖാരിഫ്. ദെൻ ശൈത്യകാല വിളകളാണ് റാബി. അപ്പോൾ നോക്കാം, നവംബർ ടു മാർച്ച് ശൈത്യകാലമാണ്, ശൈത്യകാല വിളകളാണ് റാബി. ലാസ്റ്റ് വൺ മാർച്ച് ടു ജൂൺ എന്താണ്? വേനൽക്കാലമാണ് അല്ലേ, ഉഷ്ണകാലമാണ്. അപ്പോൾ മാർച്ച് ടു ജൂൺ ഇന്ത്യയിൽ ഉഷ്ണകാലമാണ്. ഈ ഉഷ്ണകാല വിളകളാണ് എന്തെന്നറിയപ്പെടുന്നത്? സൈദ് വിളകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഓരോ വിളകാലത്തിനും കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു പോകാം. അപ്പോൾ ഇവിടെ ഖാരിഫ് വിള എന്ന് ഓർക്കുമ്പോൾ നെല്ലും ചോളവും പരത്തി തിന്നാം. അതായത് നെല്ല്, ചോളം, പരുത്തി, തിന, ചണം. അപ്പം നെല്ലും ചോളവും പരത്തി തിന്നാം എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെല്ല്, ചോളം, പരുത്തി, തിന, ചണം ഇത്രയും വിളകൾ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഇനി റാബി വിളകൾ എന്ന് പറയുമ്പോൾ ഗോതമ്പ്, പുകയില, കടുക് തുടങ്ങിയവ. അപ്പം നെല്ല് ഖാരിഫ് വിള അഥവാ മൺസൂൺ വിളയാണ്. ഗോതമ്പ് ശൈത്യകാല വിളയാണ്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എങ്ങനെ വേണമെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഗോതമ്പ്, പുകയില, കടുക് ഇവ എന്താണ്? റാബി വിള അഥവാ ശൈത്യകാല വിളയാണ്. ലാസ്റ്റ് വൺ സൈദ് വിള, വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഉഷ്ണകാലമാണല്ലേ. ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? പഴങ്ങളും പച്ചക്കറികളുമാണ്. അപ്പോൾ അതേ പഴങ്ങളും പച്ചക്കറികളും തന്നെയാണ് സൈദ് വിളകൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണകാലത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത് തന്നെയാണ്? മാർച്ച് ടു ജൂണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും പഴങ്ങളും പച്ചക്കറികളുമാണ്. ഇതറിയപ്പെടുന്നത് സൈദ് വിളകൾ എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ തന്നെ നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ബോക്സ് ഡേറ്റയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും SCRT ടെക്സ്റ്റ് ബുക്കിലെ ബുള്ളറ്റ് ഡേറ്റയും അതുപോലെ ബോക്സ് ഡേറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലുള്ള കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സും ബോക്സ് ഡേറ്റയും മനസ്സിരുത്തി വായിച്ച് പഠിക്കണം. നോട്ട്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏത്? അപ്പോൾ ജലപാതകൾ ഇവിടെ 4 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5 വരെയാണുള്ളത്. അപ്പോൾ NW1, NW2, then NW3, NW4. അപ്പോൾ നോക്കാം നമുക്ക്. NW1 എന്ന് പറയുമ്പോൾ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, ഗംഗാനദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ജലപാതയാണ് NW1 എന്ന് പറയുന്നത്. ഇനി NW2, നമ്മുടെ ഉത്തരം ഇവിടെ NW2 ആണ്. അതായത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെയുള്ള ജലപാതയാണ് ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ NW1 ഗംഗാനദിയിൽ അലഹബാദ് ടു ഹാൽഡിയയാണ്. NW2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ധുബ്രിയാണ്. അടുത്തതാണ് NW3, നമ്മളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് NW3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് NW3 എന്ന് പറയുന്നത്. ഇനി NW4 ഗോദാവരി നദി ഉൾപ്പെടുന്ന ജലപാതയാണ്, അല്ലെങ്കിൽ കാക്കിനട ജലപാതയാണ് NW4 എന്നറിയപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് വൺ NW5 മഹാനദി ഡെൽറ്റ ഉൾപ്പെടുന്ന പ്രദേശമാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ NW1 ജലപാത ഏത്, NW2 ജലപാത ഏത്, NW3 ജലപാത ഏത്, അത് ഉറപ്പായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. അലഹബാദ് ആഹാൽഡിയ ഗംഗാ നദിയിൽ NW1, സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിയിൽ NW2, ദെൻ കൊല്ലം കോട്ടപ്പുറം നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്, അത് NW3. പിന്നെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് പശ്ചിമ തീര കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാതയായ NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് പശ്ചിമ തീര കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയായ NW3 ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത NW5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത NW5 ആണ്. ഇത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3 കേരളം, ഈസ്റ്റ് കോസ്റ്റ് കനാൽ NW5 ഒഡീഷ അല്ലെങ്കിൽ മഹാനദി ഡെൽറ്റ പ്രദേശം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. തീർച്ചയായും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാദമിയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ബാച്ച് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന വിവിധ ബാച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ 90 ദിവസത്തെ ഒരു കംപ്ലീറ്റ് PSC ബാച്ച് കോഴ്സും അതുപോലെ 150 ദിവസത്തെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ബാച്ച് കോഴ്സും നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ നേടുവാനായിട്ട് ഓപ്പൺ ആണ്. ഇതിൽ നിങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ടോടുകൂടി അഡ്മിഷൻ നേടുവാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിച്ചാൽ 10%വും നിങ്ങൾ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചാൽ അടുത്ത 10% കൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഷാഫി സാറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്. ഒരുപാട് ചോദ്യ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഒരുപാട് ചോദ്യങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. ഇതിൻ്റെ ഉത്തരം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഈ പറഞ്ഞതിൻ്റെ ഉത്തരം 1946 ഡിസംബർ 9 എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6 അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6 എന്നിട്ട് 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. അന്ന് അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ 1946 ഡിസംബർ 11 ഈ ഡേറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്സിൽ കുറിച്ച് വെക്കണം. റിവിഷൻ ചെയ്യുന്നവർ നന്നായിട്ട് ഓർമ്മയിൽ പുതുക്കി വെക്കണം. അപ്പോൾ ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണം, ഡിസംബർ 9 ആദ്യ സമ്മേളനം, ഡിസംബർ 11 ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നെങ്കിൽ ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സ്ഥിരം അധ്യക്ഷൻ സ്ഥാനമേൽക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോ 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സ്ഥിരം അധ്യക്ഷനുണ്ടായി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ ആണല്ലോ. കഴിഞ്ഞിട്ടില്ല. 1946 ഡിസംബർ 13 1946 ഡിസംബർ 13 അപ്പോൾ ഡേറ്റുകളൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഡേറ്റാ. 6 നിന്ന് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 ആദ്യ സമ്മേളനം, അതിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു
അധ്യക്ഷൻ. അതിൽ നിന്ന് പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 1946 ഡിസംബർ 13. അവിടെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓർക്കണം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഏത് ദിവസമാണ്? 1946 ഡിസംബർ 13-നാണ്. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? പിന്നീട് ഭരണഘടന എഴുതി പൂർത്തിയാക്കിയപ്പോൾ ഈ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി തീരുകയാണ് ഉണ്ടായത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്